നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാളികേരത്തിന്റെ നാട്ടിൽ നാഴിയിടങ്ങഴി മണ്ണിൽ ഇതാ ഒരു നല്ല ചായക്കട. ഇത് വെറുമൊരു ചായക്കടയല്ല, ഏറെ പ്രത്യേകതയുണ്ട് ഈ ചായക്കടയ്ക്ക്. ഇത് തലശ്ശേരി പാനൂരിനടുത്ത് പൊയിലൂരിലെ എരഞ്ഞാട്ട് കുഞ്ഞിക്കണ്ണൻ്റെ ചായക്കട. കാലം മാറിയിട്ടും നാട്ടുനന്മകൾ മാഞ്ഞു പോകാത്ത ഈ കൊച്ചു പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഈ ചായക്കടയിൽ ഇപ്പോഴും ബാർട്ടർ സമ്പ്രദായമാണ് തുടരുന്നത്. 2 പൊറോട്ടയും പുഴുക്കും ഫുൾ ചായയും കഴിച്ചാൽ പണം നൽകേണ്ടതില്ല, പകരം 3 തേങ്ങ നൽകിയാൽ മതി. കോഴിക്കോട് ജില്ലയിലെ ചെക്യാട് പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന വേങ്ങത്തോടിന് സമീപം 40 ഏക്കർ തെങ്ങിൻതോപ്പിനിടയിലാണ് കുഞ്ഞിക്കണ്ണൻ്റെ ചായക്കട. തെങ്ങിൻതോപ്പിലും വാഴത്തോപ്പിലും ജോലി ചെയ്യാനെത്തുന്ന തൊഴിലാളികളാണ് ഇവിടുത്തെ ഇടപാടുകാർ. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴി. കഴിഞ്ഞ 40 വർഷത്തിലധികമായി കുഞ്ഞിക്കണ്ണൻ ഈ ചായക്കട നടത്തുകയാണ്. രാവിലെ കൃഷിയിടത്തിലേക്ക് വരുന്നവർ പണമെടുക്കാൻ മറന്നെടുത്തുനിന്നുമാണ് ചായയ്ക്ക് പകരം തേങ്ങ വാങ്ങുന്ന ശീലം ആരംഭിച്ചത്. പിന്നീട് ഇത് പതിവാകുകയായിരുന്നു. പണത്തിന് പകരം തേങ്ങ വാങ്ങുന്നതുകൊണ്ട് തനിക്ക് യാതൊരു നഷ്ടവും ഉണ്ടായിട്ടില്ലെന്ന് കുഞ്ഞിക്കണ്ണൻ പറയുന്നു. ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതം എല്ലാം കഴിയുന്നത്. തേങ്ങക്ക് എന്ന് വെച്ചാൽ ഇപ്പം തേങ്ങ വാങ്ങിയാൽ നമുക്ക് എന്ന് വെച്ചാൽ അതിൽ 6 മാസം 7 മാസം അട്ടത്തിട്ട് ഉണ്ടക്കൊപ്പരയാക്കിയിട്ട് കൊണ്ടുപോയിട്ട് അതിനെക്കൊണ്ട് പിന്നെ കൂടുതൽ പൈസ കിട്ടും. അപ്പം പിന്നെ അതാ ലാഭം നിരീക്ഷിച്ചിട്ട് അങ്ങനെ പിന്നെ പൈസ എല്ലാവരും ഉണ്ടാവില്ല. ആദ്യമെല്ലാം വരുന്നവരത്ത് പൈസ ഉണ്ടാവില്ല. ചായക്ക് എന്ന് വെച്ചാൽ ഇതുപോലെ കിട്ടുന്ന തേങ്ങയും അടക്കി ഇതെല്ലാം ഉണ്ടാവുക. അത് തരും, അതിനെക്കൊണ്ട് ചായയും കുടിക്കും, അങ്ങനെ പോകും. കർഷകരാണ് ഇവിടെ കൂടുതലല്ലേ. ഇവിടെ വാഴ തെങ്ങ് ഇങ്ങനെയുള്ളവരും, മറ്റേ ചാനലുള്ള അവരല്ല, എല്ലാം പിന്നെ കൃഷിക്കാരാണ് ഇവിടെ ഉള്ളതെല്ലാം. 40 വർഷത്തിനിടെ കുഞ്ഞിക്കണ്ണൻ സ്ഥലം വാങ്ങി വീട് വെച്ചു. 3 മക്കളെ പഠിപ്പിക്കുന്നതുമെല്ലാം ചായക്കടയിലെ വരുമാനം കൊണ്ടാണ്. കടയിലെത്തുന്നവർ നൽകുന്ന തേങ്ങ കൊപ്രയാക്കി വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതിനിടെ 2 മാസം മുമ്പ് സാമൂഹ്യദ്രോഹികൾ ചായക്കട തീവെച്ച് നശിപ്പിച്ചിരുന്നു. അന്ന് 1000-ലധികം തേങ്ങകൾ കത്തി നശിച്ചു. കൃഷിക്കാർ 17 ചാക്ക് ഇംഗ്ലീഷ് വളം എല്ലാം കത്തിച്ച് കഴിഞ്ഞു. ഒരു 10,000 റുപ്യേൻ്റെ വിറകുണ്ട് അതിൽ ഈ കൂടയിൽ ഞാൻ ഇതുപോലെ ഇതെല്ലാം കത്തിയേണ്ട ആവശ്യമിട്ടായി. നമ്മുടെ വിറക് ഉള്ളിയെല്ലാം എന്ന് വെച്ചാൽ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് ഫുള്ളായിട്ട് കൂടെ ഫുള്ളായിട്ട് വിറകാനുള്ളത്. വിറകും തേങ്ങ ഉണ്ടായിരുന്നു, വെള്ളം പറ്റിയ തേങ്ങ, അതെല്ലാം കത്തിച്ചു കഴിഞ്ഞു. കുഞ്ഞിക്കണ്ണൻ്റെ സങ്കടം കണ്ട നാട്ടുകാരാണ് ചായക്കട ഇന്ന് കാണുന്ന രൂപത്തിൽ പുനർനിർമ്മിച്ച് നൽകിയത്. അത്രയും നാട്ടുകാർക്ക് പ്രിയപ്പെട്ടതാണ് കുഞ്ഞിക്കണ്ണനും കുഞ്ഞിക്കണ്ണൻ്റെ ചായക്കടയും. ഇത്തരത്തിലുള്ള നാട്ടുനന്മകൾ നശിച്ചിട്ടില്ല എന്ന് അറിയിക്കുന്ന കൊച്ചു വാർത്തകൾ ഏറെ ആശ്വാസം പകരുന്നതാണ്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്.